CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. വോട്ടർ പട്ടിക വിവാദം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം തൃശൂരിലുണ്ടായ CPM BJP സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തൃശൂരിലെത്തി മൌനിയായി മടങ്ങി. അതേസമയം UDF-നെയും LDF-നെയും വെല്ലുവിളിച്ച് കെ സുരേന്ദ്രൻ. BJP സിറ്റി ജില്ലാ അധ്യക്ഷൻ അടക്കമുള്ളവരെ തല്ലിച്ചതച്ചതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തി. കമ്മീഷണർ ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. തുടർന്നു നടന്ന പ്രതിഷേധയോഗം BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ MP-യും കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപിയുടെ ഓഫീസിനു നേരെയുണ്ടായ CPM അക്രമത്തിൽ പ്രതിഷേധിച്ച് BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ CPM ജില്ലാ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ തൊഴിലുറപ്പ് ഓഫീസർമാർ CPM-ന് വേണ്ടി പണിയെടുക്കുന്നെന്ന ആരോപണവുമായി BJP മെമ്പർമാർ. തൊഴിലുറപ്പ് തൊഴിലാളികളെ പാർട്ടി പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ഓഫീസർമാരാണെന്ന് മെമ്പർമാരായ അഭിലാഷ് കടങ്ങോട്, MV ധനീഷ് എന്നിവർ പറഞ്ഞു. ചാവക്കാട് ടൗണിൽ ടോറസ് ലോറിയിടിച്ച് അപകടം. സൈക്കിൾ യാത്രികന് പരിക്ക്. തെക്കഞ്ചേരി താഴെ കൊമ്പൻകണ്ടിൽ 62 വയസ്സുള്ള അസീസിനാണ് പരിക്കേറ്റത്. ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ തിളക്കമാർന്ന നേട്ടം കൈവരിക്കുന്നതിന് പരിശ്രമിച്ചവരെ ഗുരുവായൂർ നഗരസഭ ആദരിച്ചു. റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ എരുമപ്പെട്ടി കോട്ടപ്പുറം ചേങ്ങോട് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പുകൾ വ്യാപകമായി തകർത്തു. പൊട്ടിയ പൈപ്പുകൾ മാറ്റാൻ തയ്യാറാകാത്ത അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. പൊന്നിയൂർക്കുളം സാഹിത്യ സമിതിയുടെ പ്രഥമ ബാലാമണിയമ്മ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണനെ സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സുരേഷ് ഗോപിയുടെ തൃശൂരിലെ ഓഫീസിനു നേരെ CPM അക്രമം നടത്തിയെന്നാരോപിച്ച് BJP പ്രവർത്തകർ ഗുരുവായൂരിൽ പ്രകടനം നടത്തി. നോർത്ത് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് C നിവേദിത ഉദ്ഘാടനം ചെയ്തു. വോട്ടർ പട്ടിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെ കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. വിദ്യാരംഗം കലാസാഹിത്യവേദി കുന്നംകുളം ഉപജില്ലയുടെ പ്രവർത്തനോദ്ഘാടനവും സെമിനാറും ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ നായർ തറവാട്ട് കൂട്ടായ്മയുടെ ചിങ്ങമഹോത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ ചോദ്യം ചെയ്ത MP-മാരെ അറസ്റ്റ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ചും തൃശൂരിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേടിൽ പ്രതിഷേധിച്ചും AIYF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൈറ്റ് മാർച്ച് നടത്തി. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ ജീവനക്കാർക്ക് അഗ്നിരക്ഷാ പ്രവർത്തനങ്ങളെക്കുറിച്ച് അർദ്ധദിന പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പൗലോസ് ദ്വിതീയൻ ബാവ അനുസ്മരണ സമ്മേളനം ആഗസ്റ്റ് 15-ന് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മോദിയുടെ വോട്ട് കളവിൽ ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടിനെതിരെയും രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിലും പ്രതിഷേധിച്ച് കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. സ്നേഹപ്രവാചകരുടെ 1.5 സഹസ്രാബ്ദം എന്ന ശീർഷകത്തിൽ SKJMCC സംസ്ഥാന വ്യാപകമായി നടത്തുന്ന 1500 ഇഷ്ക് മജ്ലിസിന്റെ ജില്ലാതല പോസ്റ്റർ പ്രകാശനം പന്നിത്തടം ജുമാ മസ്ജിദിൽ നടന്നു. രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ അട്ടിമറിക്കുന്നതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റി ചീഫ് ഇലക്ഷൻ കമ്മീഷണർക്ക് പ്രതിഷേധ കത്തുകൾ അയച്ചു. കടവല്ലൂർ സ്കൂൾ സ്റ്റോപ്പിൽ നിന്നും സ്കൂൾ വിടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരെ കയറ്റാതെ പോകുന്ന സ്വകാര്യ ബസ്സുകൾക്കെതിരെ സ്കൂൾ PTA കമ്മിറ്റിയും പൊതുപ്രവർത്തകരും ചേർന്ന് വേറിട്ട പ്രതിഷേധം നടത്തി. ഡ്രൈവർമാർക്ക് ചൂടുള്ള കട്ടൻ ചായ സ്റ്റീൽ ഗ്ലാസിൽ നൽകിയാണ് പ്രതിഷേധവും മുന്നറിയിപ്പും നൽകിയത്. ചാവക്കാട് നഗരസഭയുടെ ഭരണം അഴിമതി നിറഞ്ഞതെന്നാരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തി. പൊന്നിയൂർക്കുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കുടുംബസംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പും കിറ്റ് വിതരണവും നടത്തി. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.